താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ CMPയുടെ നേതാവ് CP ജോൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ CP ജോൺ, അല്പസമയത്തിനകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ കേന്ദ്രം ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ കേരളത്തിനുമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കുമുണ്ട്. എന്നാൽ പ്രധാനമായിട്ട് മുന്നോട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഈ വർഷം 9 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 9 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായിട്ട് ബജറ്റ് ചുരുങ്ങുമോ എന്നൊരു ഭയം അത് കേന്ദ്രത്തിനുമുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ആ ആശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. എന്താണ് താങ്കളുടെ ആശങ്ക, താങ്കൾക്ക് പറയുവാനുള്ളത്? ഞാൻ കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനങ്ങൾക്ക് എന്ത് നൽകുന്നു എന്ന രീതിയിൽ അവലോകനം ചെയ്യുന്നതിന് പ്രത്യേക താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും പരിശോധിക്കുക എന്നതല്ലാതെ കേന്ദ്ര ബജറ്റുകൾ എന്ന് പറയുന്നത് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റാണ്. നിശ്ചയമായിട്ട് അതിനകത്ത് ചില പ്രോജക്റ്റുകളൊക്കെ പ്രഖ്യാപിക്കും. അതല്ലാതെ പണ്ട് റെയിൽവേ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ കേരളത്തിലേക്ക് തീവണ്ടിയുണ്ട്, തീവണ്ടിയില്ല, അങ്ങനെ അതിനെ നോക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഹലോ CP ജോൺ, ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട്, സാമ്പത്തിക അവലോകന റിപ്പോർട്ട് താങ്കൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? റിപ്പോർട്ടിലെ ഒരു ശതമാനം കണക്ക് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് പറയുന്നത് 6 മുതൽ 6.8% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നുവെന്നാണ്. എങ്ങനെയാണ് താങ്കൾ ഈ റിപ്പോർട്ടിനെ വിലയിരുത്തുന്നത്? എത്രത്തോളം സ്വാഗതാർഹമാണ് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ? റിപ്പോർട്ട് 414 പേജുള്ള റിപ്പോർട്ടാണ്. മിക്കവാറും എല്ലാ ചാപ്റ്ററുകൾ ഞാൻ മറിച്ചു നോക്കി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം, എക്കണോമിക്സിന്റെ ഒരു ചില യൂസേജ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെഡ് വിൻഡ്സ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിമാനം പോകുന്ന സമയത്ത് പോകുന്ന ദിശയ്ക്ക് എതിരായിട്ട് കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനാണ് ഹെഡ് വിൻഡ്സ്. ആ ഹെഡ് വിൻഡ്സ് നമുക്കിപ്പോൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്ത് ഇപ്പോൾ 69%, 70% ആളുകൾ 2 തവണ വാക്സിനേഷൻ എടുത്തു. ഇന്ത്യ ലോക ശരാശരിയുടെ മുകളിൽ 72ആണ്. അമേരിക്ക 82ഉം UAE 100% ഒക്കെ എടുത്തിട്ടുണ്ട്. ജനറലി നമ്മളിപ്പോൾ കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക്കിന്റെ കാലത്ത് ലോകമാകെ അടച്ചിട്ടപ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് എല്ലാ സ്ഥലങ്ങളിലും കുറഞ്ഞു, ഇന്ത്യയിലും കുറഞ്ഞു. പക്ഷേ ആ കുറവിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു 6% ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിലയിലേക്ക് എത്തിത്തുടങ്ങി. നമ്മളൊരു പനിയൊക്കെ മാറിയിട്ട് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് പോലെ നമുക്ക് ആ രോഗം മാറി എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും മറ്റു ചില രാജ്യങ്ങളിൽ കാണുന്നത് പോലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ തൽക്കാലം ഭാഗ്യവശാൽ കാണുന്നില്ല. അത് നല്ല കാര്യമാണ്. അത് ഈ റിപ്പോർട്ട് മാത്രമല്ല, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ചീഫ് എക്കണോമിസ്റ്റുകളുടെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുണ്ട്. അതൊരു സർവേയാണ്. 100ഓളം എക്കണോമിസ്റ്റുകളോടും ലോകപ്രസിദ്ധരായിട്ടുള്ളവരോട് ചോദിച്ചപ്പോഴും ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും വടക്കേ ആഫ്രിക്കയും ഒരു റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൽ കാര്യമായി പരിക്ക് പറ്റാത്ത രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൽ സന്തോഷിക്കാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ പൊതുവിലായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വളർച്ചയ്ക്കും അല്ലെങ്കിൽ തളർച്ചക്കുറവിനും നിദാനമായത് നമ്മുടെ കർഷകരാണ്. നമ്മുടെ സമ്പദ്ഘടനയുടെ GDPയുടെ ഗ്രോത്ത് റേറ്റ് താഴെ വല്ലാതെ പോവാതെ പിടിച്ചു നിർത്തിയത് നമ്മുടെ ഭക്ഷ്യോൽപാദനം നടത്തുന്ന, പൊതുവിൽ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്, കർഷകരാണ്. ആ കർഷകരുടെ ഹൗസ് ഹോൾഡ് ബജറ്റ്, അതും എക്കണോമിക് ഫോറം തന്നെ പറയുന്ന ഒരു കാര്യമാണ്. പണ്ട് അവരൊന്നും തൊഴിലാളികളുടെയും കർഷകരുടെയും കാര്യമൊന്നും പറയാറില്ല. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഭാഷയിൽ അവരെപ്പോഴും ബിസിനസിന്റെ കാര്യമാണ് പറയാറ്. പക്ഷെ ബിസിനസിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവർ പോലും ഇന്നിപ്പോ സംസാരിക്കുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസിന്റെയും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ബാലൻസ് ഷീറ്റിനെയും കുറിച്ചാണ്. ബജറ്റ് അല്ല, ബാലൻസ് ഷീറ്റ്. അപ്പൊ ഓരോ വീട്ടിന്റെയും ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ജനറൽ GDPയുടെ ഹൈക്ക് ഉണ്ടെങ്കിലും കർഷകരും സാധാരണക്കാരും ഇടത്തരക്കാര്, കൂലിപ്പണിക്കാര്, അതിൽ തന്നെ രോഗികളായവര്, അത് വേറൊരു വിഭാഗമാണ്, രോഗം വന്ന് മരിച്ചവര്, ഇവരുടെയൊക്കെ ബാലൻസ് ഷീറ്റ് വല്ലാതെ താളം തെറ്റിക്കുന്നു. അപ്പൊ ജനറൽ ഹൈക്ക് ഉണ്ടായത് നന്നായി. പക്ഷെ ഒരു ബജറ്റ്
അതിനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഉദാഹരണത്തിന് കോവിഡ് വന്ന് മരിച്ച ലക്ഷക്കണക്കിന്, കേരളത്തിൽ തന്നെ 1,00,000-ലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. 40-40 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ചെറുപ്പക്കാരെത്രയാണ്, കൃഷിക്കാരെത്രയാണ്, MSME നടത്തുന്ന ആൾക്കാർ എത്രയാണ്? ഇതിനൊക്കെ പരിശോധിച്ച് അവരുടെ സ്ഥാപനങ്ങൾക്കും അവരുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ലോണിന് എന്തു പറ്റി, ഇങ്ങനെ സൂക്ഷ്മമായി പ്രശ്നങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുന്ന ഒരു ബജറ്റാണ് നമുക്ക് വേണ്ടത്. നാളെ അത് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ഇന്ന് പറയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഈ വന്ദേ ഭാരത്, നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വന്ദേ ഭാരത് പദ്ധതി അത് ഓൾറെഡി ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ പദ്ധതി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയെ ക്രോസ് ചെയ്ത് പോകുമോ എന്നുള്ള ഭയപ്പാട് സർക്കാരിനുണ്ട്. നാളെ ഈ ബജറ്റ് അവതരണത്തിൽ സിൽവർ ലൈനെ പറ്റി ഒരു പരാമർശം നടത്തുമോ എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം നോക്കി നിൽക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് അല്ലെങ്കിൽ പദ്ധതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം നേരത്തെയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സിൽവർ ലൈനിൽ ഒരു ചർച്ച ഉണ്ടാകുമോ യഥാർത്ഥത്തിൽ ബജറ്റിൽ? ഒരിക്കലും ഉണ്ടാവില്ല. അതൊന്നും ബജറ്റിന്റെ അജണ്ടയല്ല. ഓരോ ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റുകളും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ പറയാറില്ല. വളരെയധികം നന്ദി ശ്രീ CP ജോൺ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. പ്രിൻസ് ജോർജിലേക്ക് എത്തുകയാണ്. പ്രിൻസ് ജോർജ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബജറ്റിൽ നികുതി പരിധി പരിഷ്കാരത്തെക്കുറിച്ചാണ്. താങ്കൾക്ക് തുടരാം.